നമുക്ക് മക്കളായിക്കോട്ടെ, നമുക്ക് പേരക്കുട്ടികളായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചു തീർക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ പരിപാടി നിർത്തരുത്. അപ്പോൾ ഗൈസ്, രാവിലെ 6 മണിക്ക് തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചുങ്കം റിയൽ റണ്ണേഴ്സ് ടീം, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊരു ഇതിൽ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായമുള്ള ആളാണ് നിങ്ങൾ. എത്രയായി നടക്കൽ തുടങ്ങിയിട്ട്? ഇവിടെ നടക്കൽ തുടങ്ങി 2 മാസമായി. 4 മാസമായി അല്ലേ? പിന്നെ ഇത് നമ്മളെ നേതൃത്വം നൽകുന്ന ആള് നമ്മള് ചുങ്കം ബാപ്പു എന്ന് പറഞ്ഞ ആളാണ്. ബാപ്പൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ. ഇതാണ് നമ്മളെ ചുങ്കം ബാപ്പു കേട്ടോ. നമ്മളെ വിസിറ്റ് ഒരു ഗസ്റ്റ് ഉണ്ട് ഇവിടെ. ഉപ്പരെ മോട്ടിവേഷൻ ഉണ്ടാവും. എന്തും നമുക്ക് വർക്കൗട്ട് ഒന്നും ആവശ്യമില്ല, സ്ട്രെച്ചിങ് മാത്രം പോരാ. പോരാ ശ്രദ്ധിക്കട്ടാ. നമ്മൾ ഞായറാഴ്ച ഒത്തുകൂടുന്ന എല്ലാവരും ഒന്നിച്ച് ഓടുന്ന ദിവസമാണ് ഞായറാഴ്ച. ഇന്നത്തെ വിഷയം എന്താ അറിയോ? ഒരു 3 കിലോമീറ്റർ ഒന്നിച്ചോടാൻ ഭയങ്കര പ്രയാസം ഉണ്ടല്ലേ അവരുടെ ആൾക്കാർക്കില്ലേ? 8, 10, 15, 21 പിന്നെ കിലോമീറ്റർ ഓടുന്ന ശരിക്കും വർക്കൗട്ടിന് ആൾക്കാർ നമ്മൾ. പക്ഷെ എന്താ ഒന്നിച്ചോടുമ്പോൾ പിന്നെ എന്തായാലും ഒരു 3 കിലോമീറ്റർ ആകെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ ഒരു 3 കിലോമീറ്റർ കഷ്ടിയാവുള്ളൂ. അത് ഓടാൻ തന്നെ പല ആളുകൾ കുറേ ആൾക്കാർക്ക് അളവുണ്ട്. നമ്മൾ പരിക്കുള്ളവർക്ക് നമ്മൾ അളവുണ്ട്, അവർക്ക് അളവ് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ യൂത്തന്മാരൊക്കെ എന്ത് ചെയ്യുന്നു നടക്കുന്ന അവസ്ഥയാണ്. ശ്രദ്ധിക്കട്ടാ. അവൻ പറഞ്ഞ റണ്ണിങ്ങിന് ശരിക്കും ഒരു അളവും തരില്ല കേട്ടോ യൂത്തന്മാർക്ക്. അത് പ്രയാസമുള്ള ആൾക്കാർ നമുക്കറിയാം. പരിക്കുള്ള ആൾക്കാരെ അറിയാം, മുട്ടിന് പരിക്കുള്ളവർ, അവർക്ക് മാത്രം എന്തുള്ളൂ ഇളവുള്ളൂ കേട്ടോ. കാരണം ഓട്ടാണ് നമ്മളെ ഏറ്റവും വലിയ വർക്കൗട്ട് വ്യായാമം ഏതാണ് ഓട്ടല്ലേ? അതിൽ നമുക്ക് ഒരു അളവില്ല. നമ്മളെ പേരെന്താണ്? റണ്ണേഴ്സാണ്. ഓക്കെ. നിങ്ങൾ ജയിച്ചിട്ടില്ല? ജേഴ്സി മറന്ന് പണിഷ്മെന്റ് എല്ലാം പണ്ട്. ഇതാണ് നമ്മൾ ജേഴ്സിൻ്റെ റിയൽ റണ്ണേഴ്സ് ടീം. ഓക്കെ. ശ്രദ്ധിക്കട്ടെ, നമ്മൾ ഒരു ഗസ്റ്റിന് ഇട്ടുന്നിട്ടാ. നമുക്കിന്ന് നമ്മൾ ശരിക്കും കോട്ടക്കൽ റണ്ണേഴ്സ് ക്ലബിൻ്റെ, അത് മാത്രമല്ല ശരിക്കും നമ്മളെ അറിയാം അയോധനക്കല്ലിലെ ശരിക്കും ഒരു താരം അല്ലേ? നമ്മളെ ജനുദ്ദീനെ പീച്ചാക്കി നമുക്ക് ഇന്ന് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മാഷാ അല്ലാ. നമ്മളത് കഴിഞ്ഞിട്ട് മൂപ്പര് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ അല്ലേ? കേൾക്കില്ല ശാബേ. ഹലോ സ്ട്രെച്ചിങ് പറഞ്ഞ ഡിസ്റ്റൻസ് ശരിയാക്കാം എല്ലാവരും. പീച്ചേക്ക് മുന്നേ കയറി മുന്നേ കയറി കൗണ്ടി മൈക്ക് ചെയ്യാം. മൈക്ക് ഡൗൺ. Count 1, 2. അദ്ദേഹം രാത്രി എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു മാഷൊന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേ എനിക്ക്, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരു അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങൾ. കാരണം ഒരുപാട് പേര്, എനിക്കിവിടെ 100 ചില്ലാൻ ആളുകൾ ഇവിടെയൊക്കെ ഒരു പ്രത്യേക ഇതിൻ്റെ യൂണിഫോം തന്നെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ഓട്ടമൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ ഇവിടെ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഈ കാണുന്ന ഈ വ്യായാമം കാണുന്ന അതുപോലെ കേൾക്കുന്ന എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും വ്യായാമത്തിന് ഒരുപാട് ഊന്നൽ കൊടുക്കണം. യാതൊരു സംശയമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് ഞാൻ 40 വർഷം മുമ്പാണ് ഇപ്പോൾ ഇവിടെ എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഈ പറയുന്ന മാതിരി വട്ടപ്പാറടി പോയിട്ട് തിരിച്ചു വരുന്ന ഒരു 15 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ അങ്ങനെ ഓടിയിട്ട് എനിക്കിവിടെ ഈ ഏരിയയിലുള്ള ഒരുപാട് പേർ പരിചയമുണ്ട്.
പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ വരികയാണ് എല്ലാവരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ അടുത്തിപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്നതെന്ന് വ്യായാമമാണ്. നമ്മളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭക്ഷണങ്ങൾ, അസമയത്തുള്ള ഭക്ഷണങ്ങൾ, അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇത്യാദി ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കഴിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കെന്ന് പറയുന്നത് ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഭക്ഷണം ഒരു കല്യാണത്തിനാണെങ്കിലും പല വെറൈറ്റി ഭക്ഷണങ്ങളാണ്. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് കുറച്ച് വ്യായാമം നമുക്ക് നിർബന്ധമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പല ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത് നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായി മാറിയിട്ടുണ്ട്. അതിനകത്ത് മുതിർന്നവരെന്നുള്ളതില്ല, കുട്ടികൾ, ഏറ്റവും ചെറിയ കുട്ടികൾ, ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നൊരു ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്ന ഒരു സമ്പത്ത് തന്നെയാണ്, അതിനകത്തൊരു സംശയമില്ല. പക്ഷേ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ച് നമ്മളൊരു മാന്യമായ രീതിയിൽ വ്യായാമങ്ങൾ ഇതുപോലുള്ള നല്ല നല്ല ക്ലബ്ബുകളിലൊക്കെ അംഗങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എപ്പോഴും ഏത് രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ 40, 45, 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓരോരോ വ്യായാമം തിരഞ്ഞെടുക്കുന്നത്. അതൊന്നും നിവൃത്തിയില്ലാത്തതുകൊണ്ട്. അപ്പം എന്താണ്, അപ്പം നമ്മൾ പിന്നീട് ഈ ഒരു സമയം നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ അങ്ങനെ ആവരുത്. നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ എന്ന് പറയുന്നത് ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ അവർക്കൊരു പാത കാണിച്ചു കൊടുക്കണം, ഒരു വ്യായാമത്തിൻ്റെ പാത കാണിച്ചു കൊടുക്കണം. അവരുടെ പഠനമൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആരോഗ്യം ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങൾ മുഴുവൻ നടക്കുള്ളൂ, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ ഇതുപോലുള്ള ക്ലബ്ബുകളും ഇതുപോലുള്ള ആളുകളും ഇതുപോലുള്ള അധ്യാപകരൊക്കെ ചെയ്യുന്ന വ്യായാമത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പങ്കെടുക്കുക. കാരണം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ ജീവിതം ഇത് തന്നെയാണ്. എൻ്റെ ജീവിതം അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഞാൻ വ്യായാമത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഇപ്പം എന്നെ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ മൈ പാഷൻ ഈസ് മൈ വർക്ക് തന്നെയാണ്. കാരണം എൻ്റെ വികാരം തന്നെയാണ് എൻ്റെ ജോലിയും. കാരണം ഞാൻ ഈ പഠിപ്പിക്കുന്ന കുട്ടികളും അതുപോലെ എൻ്റെ ജോലിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെ സംബന്ധിച്ച് അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. ദൈവാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ല അറ്റ്മോസ്ഫിയർ, ഒരു നല്ല അന്തരീക്ഷമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ചുറുചുറുക്കുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ഈ റോഡ് പുതുതായിട്ട് ചെയ്യുന്ന റോഡുകളിൽ ഇപ്പോൾ പല ഭാഗങ്ങളിലും നമ്മളെല്ലാവരും കാണുന്നുണ്ട് പ്രായമുള്ളവർക്ക്, അതായത് 60, 62, 65 വയസ്സുള്ള ആളുകൾക്ക് വരെ ഈ വ്യായാമത്തിൽ അവർ ഉൾപ്പെടുകയാണ്. പല ക്ലബ്ബുകൾ ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ അരമണിക്കൂറെങ്കിലും നമ്മൾക്ക് നിവൃത്തി ഉള്ള രീതിയിൽ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഈ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കിട്ടും. അതിനകത്ത് ഒരുപാട് പേര്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ ഓപ്പണിംഗ് കഴിഞ്ഞാൽ ഈ കാണുന്ന ആളുകൾ മുഴുവൻ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഈ വ്യായാമങ്ങൾ തുടർന്ന് പോകണം. കാരണം ഇതിപ്പോൾ ശരിക്കും പറയുന്നത് റോഡിൻ്റെ ഇത്രയും സൗകര്യം ഉള്ളത് കൊണ്ടുള്ളൊരിതാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് മാന്യമായിട്ട് വ്യായാമം ചെയ്യാനുള്ള സ്ഥലങ്ങളില്ല. പക്ഷേ ഒരു വ്യായാമം ചെയ്യാൻ, ഒരു നടത്തത്തിന് അല്ലെങ്കിൽ ഒരു ഓട്ടത്തിനെന്ന് പറയുന്നത് നമ്മൾ സ്ഥലം കണ്ടെത്തും. നമ്മുടെ താല്പര്യമാണ് പ്രധാനം. അപ്പോൾ അത് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. റോഡിൻ്റെ പണി കഴിഞ്ഞാലും ഈ സംഭവങ്ങൾ തുടർന്ന് പോകണം. കാരണം നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 അടി നീളം, ഒരു 5 അടി വീതിയിലുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ കഴിയും. അതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങളൊരു ഗ്രൗണ്ട് കണ്ടെത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. വ്യായാമം എന്ന് പറയുന്ന ഒരു ലഹരിയാണ്. ആ ലഹരിക്ക് നിങ്ങൾ അഡിക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സമയത്തും എവിടെയാണെങ്കിലും ഏത് സ്ഥലങ്ങളിലാണെങ്കിലും നിങ്ങൾ ആ വ്യായാമം ചെയ്തിരിക്കും. കാരണം അത് ഷുവറാണ്. എന്നെ സംബന്ധിച്ച് എനിക്കതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ നല്ല ഫിസിക്കൽ ഇൻസ്ട്രക്ടേഴ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. കാരണം നല്ല പഠിച്ച കുട്ടികൾ, നല്ല പിള്ളേരുകളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ നല്ല വ്യായാമങ്ങൾ അതുപോലെയുള്ള ക്ലബ്ബുകളിൽ, ജിമ്മുകളിൽ, അതുപോലെ തന്നെ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കരാട്ടയാണ്. അവിടെയാണെങ്കിലും ഇഷ്ടംപോലെ കുട്ടികൾ, അതുപോലെ പ്രായമുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ പഠിക്കാനൊക്കെ താല്പര്യമുള്ള കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യായാമം മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവും. നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലിയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബം പോറ്റാനാണ്. പക്ഷേ ഈ വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം, അതിനകത്ത് മറ്റൊരാൾക്കും അവകാശപ്പെടാനില്ല. ആ ശാരീരികമായിട്ട് ചെയ്യുന്ന വ്യായാമങ്ങൾ മുഴുവനായിട്ട് അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതിനകത്ത് മറ്റ് യാതൊരു ഒരു ഷെയർ ചെയ്യാനുള്ളൊരു കാര്യങ്ങളുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യുക. എന്ത് ജോലികളും നിങ്ങൾ ചെയ്തോളൂ, കുടുംബം പോറ്റിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ 1 മണിക്കൂർ 1 മണിക്കൂർ നിങ്ങൾ ഇതിന് നിർബന്ധമായിട്ട് കാണണം. ആഴ്ചയിൽ ഒരു 5 ദിവസം മതി. 7 ദിവസമൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. 7 ദിവസം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ 5 ദിവസം ആണെങ്കിൽ പോലും 1 മണിക്കൂറോ 1 മണിക്കൂറോ നിർബന്ധമായിട്ട്. പിന്നെ ഓരോരോ വ്യായാമങ്ങൾ നിങ്ങൾ ഗ്രാജുവലായിട്ട് നിങ്ങൾക്ക് കൂട്ടി വരാം. ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നല്ല ജിമ്മുകളുണ്ട്, ഇതുപോലുള്ള ഓപ്പൺ ഏരിയകളുണ്ട്, നല്ല അധ്യാപകരുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും വളരെ സന്തോഷം എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, അത് യാതൊരു സംശയമില്ല. കാരണം പ്രത്യേകിച്ച് ഇവരുടെ ഈ ജേഴ്സിയൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം എനിക്കൊരു ചെറിയൊരു ക്ലാസ് കൊടുക്കാനാണ് ബാപ്പുവിനെ വിളിച്ചത്. എന്തായാലും സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. As you
ശരിക്കും ഇന്ന് കുറവുണ്ട്. 3 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുള്ളൂ. പല ആളുകളും പിന്നിക്ക് പോയിട്ടുണ്ട്. 5ഉം 10ഉം ഞാൻ പറഞ്ഞില്ല 21 40 അവർ ഫുൾ മാരത്തോൺ വരെ ഓടുന്ന താരങ്ങൾ നമുക്കുണ്ട്. ഡിസംബർ 29 1-ാം മാസം ഒരു വർഷം തികയാൻ പോവാൻ. എല്ലാവരും ശരിക്കും എല്ലാവരും സന്തോഷവാന്മാരാണ് അല്ലേ. ഒരു വർഷം ആയിട്ടുള്ളവരുണ്ട് അല്ലേ. 8 മാസം 10 മാസം 6 മാസം 4 മാസം 3 മാസം പിന്നെ 2 മാസം ഇല്ല. ഇന്നടക്കം വന്ന താരങ്ങളുണ്ട്, നമ്മുടെ റിയൽ റണ്ണേഴ്സ് താരങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ശരിക്കും നമ്മളെ വിശിഷ്ടാതിയായിട്ട് നമ്മൾക്ക് കുറേ ഉപദേശങ്ങളും ഈ രംഗത്ത് പരിചയസമ്പന്ന കോട്ടക്കൽ റണ്ണേഴ്സ് ക്ലബിൻ്റെ പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർ, ആയോധന കലയിൽ കുറേ ചരിത്രം സൃഷ്ടിച്ച നമുക്കൊക്കെ മാതൃകയായിരുന്നു പീച്ചാക്ക. നമ്മളെ ബഹുമാനപ്പെട്ട സെൽദിയാണ് പീച്ചാക്ക. ഞാനൊക്കെ കാണുന്ന കാലത്ത് മുപ്പരൊക്കെ എങ്ങനെ ഓടുന്നറിയുക. നമ്മളെ റോട്ട് പഴയ ഹൈവേ കൂടെയൊക്കെ അവിടെ ഒരു ഓട്ടം 1.5 ഓട്ടമായിരുന്നു. കാരണം മൂപ്പര ഈ ബോഡി ലാംഗ്വേജിൽ അന്നുള്ളത്. അന്നൊക്കെ മൂപ്പര് ശരിക്കും തന്നെ ഒരു ഇന്റർനാഷണൽ ഒരു താരത്തിന്റെ ഫുള്ള് ലുക്കായിരുന്നു മൂപ്പര ഓട്ടൊക്കെ. എനിക്കൊക്കെ മാതൃക മൂപ്പരായിരുന്നു, നല്ലൊരു മാതൃക. ഞങ്ങൾ അന്നത്തെ തലമുറ, അന്നത്തെ ശരിക്കും കുട്ടികളൊക്കെ ഫിസിക്കാൻ അനുകരിക്കുന്നു അന്നൊക്കെ ആ കാലം. നമ്മളിത് മുഖസ്തുതിയല്ല, ഇത് പല ആളുകൾ എൻ്റെ ഏജിലുള്ള ആളുകൾക്ക് അറിയാം. പിന്നെ പിജിക്കാൻ്റെ ഇതിലുള്ള ഓട്ടം എല്ലാവർക്കും അറിയാം. മൂപ്പര നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മൾ പിജിസായിനെ ശരിക്കും ഇതിലേക്ക് ക്ഷണിക്കുക. പിന്നെ നമുക്ക് ബാപ്പു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിവിടെയുള്ള പീച്ചി കേട്ടോ. അത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയുന്ന മുഖങ്ങളായിരുന്നു അതൊക്കെ. ഒന്ന് അടുത്തിരുന്ന് കഴിഞ്ഞാല് എന്താ നമുക്കെന്താ ഒരു യൂണിറ്റിയാണ് നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല്. അതിനൊക്കെ സമയമുണ്ട്. പ്രത്യേകിച്ച് ഞായറാഴ്ച അല്ലേ, ഇത്തിരി വെയിലൊക്കെ കൊല്ലുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഈ പിന്നെ നമ്മുടെ വൈറ്റമിൻ ഡിയുടെ ഒക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ്, ഡയറക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒന്ന് ആ ഇരുത്തൊന്നിരിക്കുക. ഓക്കെ, ഇതിനകത്ത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് യോഗയുടെ ഒരു ചെറിയൊരു പണിയൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പൊ ഈ ചിന്മുദ്ര എന്ന് പറയും, ഒന്നും ഇങ്ങനെ ഇരുന്ന് നോക്കിയാൽ ഇവിടെ ഈ ഇത് വെച്ചിട്ട് ഒന്ന് ഇരുന്നാൽ മതി. ഓക്കെ, നിവർന്നിരിക്കുക കേട്ടോ. ഒന്ന് നിവർന്നിരിക്കുക, ഒരൊറ്റ സെക്കൻഡ് സാവണി ഒന്ന് നിവർന്നിരിക്കുക. യെസ്. ഇനി ഒന്ന് കണ്ണടയ്ക്കാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് കണ്ണടച്ചിരിക്കാന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ഈ സംഭവം നിങ്ങൾ പോന്നോട്ടെ. അതായത് ഇതിന്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേ നിങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എല്ലാവരും വ്യായാമം ചെയ്ത് ഓട്ടം കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ ആദ്യം കാണിച്ചു തരുന്ന ഒരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ചിലപ്പം ഒരുപാട് അധ്യാപകരൊക്കെ അവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിസിക്കൽ ഇൻസ്ട്രക്ടേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ച് തരുന്ന കാര്യമാണ്. എന്നിരുന്നാലും ഞാനൊന്ന് കാണിക്കാൻ മാത്രം. ഓക്കെ, കണ്ണടയ്ക്കാൻ പറയും, ഒന്ന് കണ്ണടച്ചിരുന്നാൽ മതി, നിവർന്നിരിക്കണം കേട്ടോ. നമ്മുടെ മൂക്ക് കൊണ്ട് ഞാൻ ഈ പറയുന്നതിന്റെ സ്പീഡിനനുസരിച്ച് ചെയ്യാം. ശ്വാസം അകത്തൂ, വായ കൊണ്ട് ശ്വാസം പുറത്തുവിടും, ശ്വാസം പുറത്തു, കണ്ണടച്ച് റിലാക്സ് ചെയ്യാം. നോ എക്സസൈസ്, നോ ഓട്ടം, നത്തിങ് ദെയർ. യു ആർ ഫുള്ളി ഫ്രീ. യുവർ മൈൻഡ് ഷുഡ് ബി ഫ്രീ. വീണ്ടും ശ്വാസം അകത്തു, ശ്വാസം പുറത്തു, കണ്ണടച്ച് റിലാക്സ് ചെയ്യാം. ദ ബാക്ക് ബോൺ, സ്പൈനൽ കോഡ്, നട്ടെല്ല് നിവർന്നിരിക്കുക. വീണ്ടും ശ്വാസം അകത്തു, ശ്വാസം പുറത്തു, കണ്ണടച്ച് റിലാക്സ് ചെയ്യാം. വീണ്ടും ശ്വാസം അകത്തു, ഇത് നിങ്ങൾ ഇരുന്നിട്ട് ചെയ്യണമെന്നില്ല, കിടന്ന് കിടന്ന് ശവാസനത്തിൽ ചെയ്യുക, കസേരയിൽ ഇരുന്ന് ചെയ്യുക, എങ്ങനെയാണെങ്കിലും അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് അതൊരു പ്രത്യേക ശക്തി തന്നെ തരും, യാതൊരു സംശയവുമില്ല. അത് ഏത് സമയത്ത്, എനി ടൈം യു കൻ ഡു, ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം നമ്മൾ ഒരുപാട് സ്ട്രെസ് അടിച്ച്
പിന്നെ ഒരുപാട് ടെൻഷനൊക്കെ നമുക്കിപ്പോൾ ഈ പ്രായത്തിലുള്ളവർക്കൊക്കെ അത്യാവശ്യം ബിസിനസ്, ജോലി, ഇതുപോലുള്ള കാര്യങ്ങൾ മുഴുവനുണ്ട്. ഞാനടക്കം എല്ലാവർക്കും ഞാൻ പരിചയമുള്ള ആളുകളെ എനിക്ക് തോന്നുന്നു 70% ആളുകൾ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരികയാണ്, അല്ലെങ്കിൽ ജോലിയോട് ബന്ധപ്പെട്ടില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിൽ, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ റിലാക്സ് ആയിട്ട് കുറച്ച് നേരം ഇരിക്കുക. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരുപാട് കുളിർമയേക്കും. അത്തരം കാര്യങ്ങൾ ചെയ്യുക. അതിന് ഏറ്റവും നല്ല കാര്യമാണ് ഇപ്പോൾ ഈ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ഒരു ശവാസനം പോലെ, അല്ലെങ്കിൽ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുക. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ തുടക്കല്ലേ. ഇദ്ദേഹത്തിന് ഞാൻ ഒരുപാട് എന്താ പറയാ, എന്നെ ഒരുപാട് എൻകറേജ് ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടക്കൽ റണ്ണേഴ്സ് ക്ലബിന്റെ ഞാൻ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോട്ടക്കൽ റണ്ണേഴ്സ് ക്ലബിന്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറുമാണ്. അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ പോകാറുണ്ട്, ഓട്ടമൊക്കെ ചെയ്യാറുണ്ട്. പറ്റുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാണ്, 40 വർഷത്തിന് മുമ്പ് ബാപ്പു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ തവളഞ്ചന അതിരുമട തവളഞ്ചനക്കെന്ന് ഓടിയിട്ട് വട്ടപ്പാറ അടിയിൽ പോയിട്ട് തിരിച്ചു പോലാണ് 15 കിലോമീറ്റർ ഞാൻ അന്ന് ചെയ്യാറുണ്ട്. അത് പടച്ചോന്റെ അനുഗ്രഹം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാപ്പുവിന് അറിയാം, അതുപോലെ എനിക്ക് കൊണ്ട് കുറെ പേർക്ക് കൂടെ അറിയാം. നമ്മളിങ്ങനെ പോയിട്ട് ഈ പുത്തനത്താണി, ചുങ്കം, ഇവർക്കൊക്കെ അറിയാം. പുത്തനത്താണി, ചുങ്കം, വെട്ടിച്ചിറ, കരിപ്പോട്, കഞ്ഞിപ്പരൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരും. ആരും ഉണ്ടാവാറില്ല, പ്രത്യേകിച്ച് ആരും ഉണ്ടാവാറില്ല ആ കാലഘട്ടത്തിൽ. അന്നൊക്കെ എന്ന് പറയുന്നത്, ഞാൻ ഓടുന്ന സമയത്ത് എന്റെ വീടിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് ഇറങ്ങിയാണെന്ന് പറഞ്ഞിക്കാണ്ട് അങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തിയിരുന്നു. പക്ഷെ ആ ആളുകൾ ഇന്ന് നിവൃത്തിയില്ലാതെ ഈ വ്യായാമത്തിൽ വരികയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ മാത്രമല്ല ആരോഗ്യപരമായിട്ട് ചിന്തിപ്പിക്കേണ്ടത്, നിങ്ങളുടെ കുട്ടികളാണ്. 1000 ചില്ലാനം കുട്ടികളെ ഞാനിപ്പോൾ അള്ളാഹ് അനുഗ്രഹിച്ചോടെ പഠിപ്പിക്കുന്നുണ്ട്. കരാട്ടയാണ് എൻ്റെ മെയിൻ പണി. എൻ്റെ ജോലി അത് തന്നെയാണ്. ഒരുപാട് സ്കൂളുകളും കോളേജുകളും പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പണി അത് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മൈ പാഷൻ ഈസ് മൈ വർക്ക് എന്നുള്ളതാണ്. എൻ്റെ വികാരം തന്നെയാണ് എൻ്റെ ജോലി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ കുട്ടികളെ, അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പരിചയമുള്ള മുഖങ്ങളാണ്, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇതുപോലുള്ള ഈ പറഞ്ഞ പരിപാടികൾ വ്യായാമത്തിൽ കൊണ്ടുവരണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ ഇപ്പം ഇതിനകത്ത് ഗൾഫിലുള്ള കുറെ ആൾക്കാരുണ്ട്. 25 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഗൾഫിൽ. 25 വർഷം ഗൾഫിൽ നിന്നിട്ട് 20 വർഷമായി ഞാൻ നാട്ടിലായിട്ട്. 62 വയസ്സായി എനിക്ക്. മാഷാ അല്ലാഹ് 62 ആണ്. ഈ ഡിസംബർ 25 വന്നു കഴിഞ്ഞാൽ ഞാൻ 62 വയസ്സത്തേക്ക് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വ്യായാമം യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ഞാൻ പറയുകയാണ്, എൻ്റെ വ്യായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ കാലഘട്ടത്തിൽ 17 വയസ്സ് മുതൽ തുടങ്ങിയ ഞാൻ ഇന്നും പടച്ചോൻ അനുഗ്രഹിച്ചിട്ട് അത്രയൊക്കെ തോന്നില്ലെങ്കിലും പറ്റുന്ന രീതിയിൽ എനിക്ക് കൊണ്ട് അതിനേക്കാളും കൂടുതൽ കാണാം. ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചെടുക്കണ്ടേ? എൻ്റെ അനുഭവം ഞാൻ പറയാണ്. അല്ലാതെ ഞാൻ ഈ നിങ്ങളെപ്പോലുള്ള അറിവുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന മാതിരി എന്താ പറയുക, ഹെൽത്തിനോട് ബന്ധപ്പെട്ടുള്ള ക്ലാസ് എടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ എൻ്റെ അനുഭവം പറയാണ്. ഇതുപോലുള്ള സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നാളെ സമയത്ത് ഇതിലൂടെ വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ നിർത്തും. പിന്നെ നിങ്ങൾ ഈ 100 ഉള്ളത് ചിലപ്പം 60 ആവും, പിന്നെ 40 ആവും. അങ്ങനെ ആവരുത്. നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ ആകെ വേണ്ട എത്രയാണ്? ഒരു 6-7 അടി നീളത്തിലുള്ള, ഒരു 5-6 അടി വീതിയിലുള്ള ഒരു സ്ഥലം മാത്രം മതി. ഈ റോഡിന്റെ പണി കഴിയുമ്പോൾ നിങ്ങൾ ഈ പരിപാടി നിർത്തരുത്. മാക്സിമം എന്ന് പറഞ്ഞിട്ട് പരിപാടി നല്ല പരിപാടിയാണ്, പലയിടങ്ങളിലും ഉണ്ട്. ഇപ്പൊ ഞാൻ രാജാസ് സ്കൂളിൽ ഇതേമാതിരി എന്നെ ഒന്ന് ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം പോയിരുന്നു. 250-ന്റെ മേലെ ആളുകളുണ്ട് അവിടെ. 250-ന്റെ മേലെ ആളുകളുണ്ട്. എനിക്കൊന്ന് 60-60 പെണ്ണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ കൂടുന്നറിയോ? നമുക്കിത് പുതുമയാണ്. ഞാൻ പറയുന്നത്, നമുക്കിതൊരു പുതുമയാണ്. ഇത് നേരെ മറിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നൊന്നും ഇത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഹെൽത്തിനോട് ബന്ധപ്പെട്ടിട്ട് വ്യായാമം ചെയ്യാൻ നിങ്ങളെ കുറെ ആൾക്കാർ കെട്ടിപ്പിടിച്ച് കൊണ്ടുവരും വേണ്ട. കാരണം അത് അവരുടെ ജീവിത രീതിയാണ്. നമ്മുടെ ജീവിത രീതി എന്താ? നമുക്ക് കുറേ ഭക്ഷണം കഴിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അതിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നമ്മൾ അസമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല. ഞാൻ കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് അതല്ല സമയം. ഭക്ഷണം നിങ്ങൾ രാവിലെ കഴിക്കുന്നു, അത് നിങ്ങൾ തോന്നിയ സമയത്ത് ഒരു 8-8:30 ഇപ്പം നമ്മളെല്ലാവരും വ്യായാമം ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും 8:30 മണിക്ക്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിച്ചോളൂ, കുഴപ്പമില്ല. ഉച്ചയ്ക്ക് നമ്മളെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സമയത്ത് നമ്മൾ കഴിക്കുന്ന എന്താണെന്ന് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ കിട്ടുന്ന കല്യാണത്തിനൊക്കെ ആണെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചിട്ട് ഒരു കല്യാണത്തിന് 5-6 തരം ഭക്ഷണങ്ങളൊക്കെയാണ് അല്ലേ? ഇഷ്ടം പോലെ ഭക്ഷണമാണ്, കൊഴുപ്പുണ്ട്, അതുപോലെ കളറുകൾ ഒരുപാട് ചേർത്തുണ്ട്. ഇതൊക്കെ നമ്മൾ വിഴുങ്ങുകയാണ്, ഒരു സംശയമില്ലാതെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ കഴിക്കുന്നത് ചിലപ്പം 10 മണിക്ക്.
അല്ലെങ്കിൽ 10 മണിക്ക്, ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം 11 മണിക്ക്, എന്നിട്ട് നിങ്ങൾ 11 മണിക്ക് കിടന്നുറങ്ങുക. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സമയം തിരഞ്ഞെടുക്കൂ. നമുക്ക് അനുവദിച്ച് തന്നൊരു സമയമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇതിനൊക്കെ ഒരു അനുവദിച്ച സമയമുണ്ട്. നിങ്ങൾ കഴിയുന്നതും, ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് പറയുകയാണ്, ലഞ്ച് ഡിന്നർ എന്ന് പറയുന്നത് വൈകിട്ടത്തെ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കഴിയുന്നതും കഴിവിനനുസരിച്ച് 5:30 മണിക്ക് കഴിച്ചോളൂ, 6 മണിക്ക് കഴിച്ചോളൂ. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ കഴിക്കുന്നത് 5:30 മണിക്കാണ്. എൻ്റെ ക്ലാസ്സുകൾ മുഴുവൻ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ 5:30 മണിക്കോ 6 മണിക്കോ എൻ്റെ വൈഫ് തരുന്ന ഏത് ഭക്ഷണമാണെങ്കിലും അതെടുത്ത് കുറച്ച് കഴിക്കും. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഇരിക്കുകയാണ് വെള്ളത്തിൽ. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വഴിയോരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ, അപ്പം നിങ്ങൾ പറയും അത് ഒരു ദിവസമല്ലേ. ഈ ഒരു ദിവസം നമ്മളിൽ ഒരു മാസത്തിന് ഒരു 5-8 പ്രാവശ്യം വരുന്നുണ്ട്. ഒരു ഫ്രണ്ട്സിന്റെ കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളത് നോക്കുന്നില്ല. പൊരിച്ച കടികൾ ഇഷ്ടം പോലെയുണ്ട്. പൊരിച്ച കടികൾ കഴിക്കേണ്ടെന്നല്ല, പക്ഷെ ആ കഴിക്കുന്ന അതിനകത്ത് ഉപയോഗിക്കുന്ന എണ്ണകൾ ഇതുമെല്ലാം ഈ ഹെൽത്തിന്റെ അറിയുന്ന ആളുകൾ പറയുന്നതാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അറിയാത്തൊരു പ്രശ്നമല്ല, അറിയില്ല എന്നല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓയിൽ അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, ഷുഗർ ഉപയോഗിക്കാൻ പാടില്ല, സോൾട്ട് ഉപയോഗിക്കാൻ പാടില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളൊന്നും പ്രാബല്യത്തിന് വരുത്തുന്നില്ല. ഇപ്പൊ ചില നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ എന്താ ചെയ്യല്? കുട്ടികൾക്ക് കൊടുത്ത ഭക്ഷണത്തിന്റെ ബാക്കി ഭാഗങ്ങൾ അല്ലേ, അത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാ. അപ്പൊ നമ്മളെയൊക്കെ വീട്ടില് ഉമ്മമാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ, കുട്ടികൾക്ക് കൊടുക്കുന്ന, പേരക്കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിന്റെ മുമ്പ് അവർ കഴിക്കുന്നതിന് മുമ്പ് കുട്ടികൾ കൊടുക്കുമ്പോൾ കുറച്ച് ബാക്കി വരും, ബാലൻസ് വരും. ആ ബാലൻസ് നമ്മൾ എടുത്ത് കഴിക്കും അല്ലേ? കാരണം നമുക്ക് ആ ഭക്ഷണത്തോട് ഒരുപാട് ബഹുമാനമുണ്ട്. ആ ഭക്ഷണം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവരായി ചെയ്യുന്നത്. പക്ഷേ അതിനൊരു മാർഗമുണ്ട്. ഞാൻ ഈ പഠിപ്പിക്കുന്ന 1000 ചില്ലാനം കുട്ടികളെ ഞാൻ ആദ്യം കൊടുക്കുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് ആ കുട്ടികളുടെ ഭക്ഷണ രീതിയാണ്. കാരണം എന്താണ്? ആ കുട്ടികളുടെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യമുള്ള എടുത്തോളൂ. നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാവും. നിങ്ങൾ ആവശ്യമുള്ള ഭക്ഷണം നിങ്ങൾ സ്വയം പാത്രം നിങ്ങൾ സ്വയം കഴുകിയിട്ട്, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടികൾ, ഒരു 6 വയസ്സും 7 വയസ്സുള്ള ഒരു കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചാൽ മതി, നിങ്ങൾ ആരാ മക്കളെ നിങ്ങൾ പാത്രം കഴുകുന്നത്? ഞങ്ങളാന്ന് പറയും. ആരാ മക്കളെ നിങ്ങളെ ഡ്രസ്സ് കഴുകുന്നത്? ഞങ്ങളാന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? 12ഉം 20ഉം വയസ്സുള്ള കുട്ടികളുടെ അടുത്തല്ല പറയുന്നത്. ആ കുട്ടികളുടെ അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം വസ്ത്രം കഴുകൂ, നിങ്ങൾ സ്വയം പാത്രം എടുക്കൂ, നിങ്ങൾ സ്വയം ഭക്ഷണം എടുക്കൂ, നിങ്ങൾ വീണ്ടും എടുത്തോളൂ. പക്ഷെ വേസ്റ്റ് പാടില്ല. അതിന് നമ്മൾ ദൈവത്തിനോട് മറുപടി പറയണം. കാരണം നമുക്കൊക്കെ കിട്ടിയ ദൈവം, നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, നല്ല നല്ല മണിമാളികകൾ, നല്ല നല്ല വീടുകൾ, ഇതിനൊക്കെ നമ്മൾ എപ്പോഴാണ് നന്ദി പറയുന്നത് ദൈവത്തിനോട്? നമ്മൾ ആരെങ്കിലും ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട്? നന്ദിയല്ല, നമ്മൾ പറയുന്നത് പിന്നെയും കിട്ടണം. അതല്ല, നിങ്ങൾ തന്നതിനും കിട്ടിയതിനുള്ള ദൈവത്തിനോട് നന്ദി പറയും. ഇത്രയും പേര് ഇവിടെ ഇത്രയും ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത്, അതിന് നമ്മൾ ആരെങ്കിലും നന്ദി പറയട്ടെ അല്ലേ? എത്ര ആളുകൾ ഈ പറയുന്ന മാതിരി ഇഴഞ്ഞു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രശ്നമുള്ളവർക്കൊക്കെ ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കാര്യം എന്താ വെച്ചു, നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ച് ചെയ്യാനും ഒരു കൈ പൊന്തിക്കാനൊക്കെ എത്ര ഈസിയാ. കാലൊന്ന് പൊന്തിക്കാനൊക്കെ, ഒരു കാല് പൊന്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർക്കറിയില്ല, വയ്യ. അതൊക്കെ നമ്മളെ കുട്ടികളാണ്, നമ്മളെ മക്കളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ, കുട്ടികൾക്കും അതിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കാം, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ചെറിയ കുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ കുട്ടികൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വയം അവർക്ക് ചെയ്യാനുള്ളത് കൊടുക്കട്ടെ. ആ കുട്ടികൾക്ക് ഭക്ഷണം ആവശ്യത്തിന് എടുത്തോളൂ, പിന്നെയും കൊടുത്തോളൂ, പാത്രം കഴുകി വെച്ചോളൂ. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. കാരണം അവർ ജീവിക്കാനുള്ള കുട്ടികളാണ്. വെറുതെ അല്ല ഒരു വൈറ്റ് പോയിസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഷുഗർ എന്ന് പറയുന്നത് വൈറ്റ് പോയിസൺ എന്ന് പറഞ്ഞ് വെറുതെ അല്ല, അതൊരു വൈറ്റ് പോയിസൺ തന്നെയാണ്. നിങ്ങൾ ആ ഷുഗർ ഒന്ന് കുറച്ചുകൂടെ, ഏറ്റവും കൂടുതൽ മധുരം കഴിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഞാനിപ്പോൾ ഒരു 5-6 മാസമായിട്ട് കുറച്ചോ അതിൻ്റെ തോതൊന്ന് കുറച്ചു. എനിക്ക് 3-4 കിലോ കുറഞ്ഞു. വെയിറ്റ് കുറയാന്നുള്ളത് മാത്രമല്ല, നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി, ആ ശരീരത്തിന് കിട്ടുന്ന ഒരു സംതൃപ്തി, ഒരു എന്താ പറയുക, അത്രയും കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഷുഗർ നിങ്ങൾ കംപ്ലീറ്റ്ലി ട്രൈ ടു അവോയ്ഡ് കംപ്ലീറ്റ്ലി ഷുഗർ. ഫ്രൂട്ട്സിൽ നമുക്ക് കിട്ടുന്ന ഷുഗർ അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഷുഗർ ഉണ്ടല്ലോ. ഇപ്പോൾ വൈറ്റ് ഷുഗർ, അതിപ്പോൾ നമ്മൾ ചായക്കകത്താണെങ്കിൽ ചായയിൽ മധുരം ഒഴിവാക്കിയിട്ട് അലുവ കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുന്നത് എന്താണ്, നമ്മളൊക്കെ പറയുന്നൊരു കാര്യം, ഞാൻ ഷുഗർ ഉപയോഗിക്കാറില്ല. എവിടെ ഉപയോഗിക്കാറില്ല? ചായയിൽ ഉപയോഗിക്കാറില്ല. പക്ഷേ നമുക്ക് നല്ല അലുവ കിട്ടി കഴിഞ്ഞാൽ മധുരം കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, മധുരമൊക്കെ അത്യാവശ്യമൊക്കെ കഴിക്കുക. പക്ഷേ ഇതുപോലുള്ള വർക്കൗട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ചൊക്കെ മധുരം കഴിക്കുക. പക്ഷേ ആ മധുരം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് എൻ്റെ ശരീരത്തിന് ദോഷമാണ്. ഉപ്പ് വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ പറയുന്ന മാതിരിയുള്ള എരിവ്, ഉപ്പ് ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ തോത് കുറയ്ക്കുക, കഴിയുന്നതും കുറയ്ക്കുക. ഷുഗർ കംപ്ലീറ്റ് ഈ പറയുന്ന മാതിരി ഒഴിവാക്കുക. നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇനിയും നമുക്ക് സമയമുണ്ട്. നമ്മളൊക്കെ ആരോഗ്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? 40 വയസ്സ് കഴിഞ്ഞാൽ 35 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, 35 വയസ്സ് കഴിഞ്ഞാൽ പറയും, പേരക്കുട്ടികളായി, മക്കളായി അല്ലേ. നമുക്ക് മക്കളായിക്കോട്ടെ,
നമുക്ക് പേരക്കുട്ടികളായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചു തീർക്കണം അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് ആ കാര്യത്തിൽ? ഉണ്ടോ? നിങ്ങൾ ജീവിച്ചു തീർക്കേണ്ടത് നിങ്ങളുടെ ജീവിതമാണ്. പേരക്കുട്ടികളുണ്ടാവും, മക്കൾക്ക് മക്കളുണ്ടാവും. മക്കളെ പുറത്തു പോകുന്ന സമയത്ത് ഭാര്യമാര് അവർ പറയും ഇതാ ഇപ്പാ ഒന്ന് നോക്കിക്കോളി, അല്ലെങ്കിൽ ഉമ്മ ഒന്ന് നോക്കിക്കോളി. നോക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിച്ചു തീർക്കണം. എന്നെ സംബന്ധിച്ച് ഞാനതാ, എൻ്റെ മക്കൾക്ക് ഞാൻ നന്നായിട്ട് തിന്നാൻ കൊടുക്കും, അധ്വാനിച്ച് തിന്നാൻ കൊടുക്കും, നന്നായിട്ട് തിന്നാൻ കൊടുക്കും. ഞാനും തിന്നും അവർക്കും കിട്ടും. ഞാൻ തിന്നാതെ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ തിന്നാതെ ഞാനോട്ട് തിന്നുമില്ല. എന്നെ സംബന്ധിച്ചുള്ള വ്യക്തമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജീവിക്കുന്നു, എനിക്ക് പോകാനടുത്ത് പോകുന്നു, കുടുംബമായിട്ട് പോകാൻ പോകുന്നു, യാതൊരു സംശയമില്ല. അങ്ങനെ ആവട്ടെ, നമ്മൾ ആസ്വദിക്കുക, ജീവിതം ആസ്വദിക്കുക. ഇതൊരു ആസ്വാദനമാണ്. ഇപ്പം ഇത്രയും ബന്ധങ്ങൾ കിട്ടിയിട്ട് ഇത്രയും ആളുകൾ നിന്നിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ആസ്വാദനമാണ്. കാരണം നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ് വ്യായാമം എന്ന് പറയുന്നത്. അത് നിങ്ങൾ 4 ദിവസം ചെയ്തിട്ട് 5-ാമത്തെ ദിവസം ഒന്നും നല്ല തണുപ്പാണ്, ഇതിപ്പോൾ എണീക്കാൻ വയ്യ, ഇന്ന് പോണ്ട, ആ ചിന്ത വരരുത്. ഇന്നലെ രാത്രി ഞാൻ വന്ന് കിടക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് രാവിലെ എഴുന്നേൽക്കുന്നൊരു മടിയായിരുന്നു, പേടിയായിരുന്നു. അത് അത്രക്കും പോക്കാ. പക്ഷേ നേരം എടുത്തു കഴിഞ്ഞാൽ ആ സമയം ഉണ്ടാകുമ്പോൾ 4 മണിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റുണ്ടാവും. അതിനകത്ത് ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാൻ പറയുന്നത്, ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ പരിപാടി നിർത്തരുത്. നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്തോളൂ. പിന്നെ അത് മാത്രമല്ല, മാനസികമായിട്ടൊരു ഫിറ്റ്നസ് കിട്ടുന്നുണ്ട്. ശരീരം കൊണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് നല്ലൊരു ശരീരം കിട്ടുന്നുണ്ട്, അതിനകത്ത് നല്ലൊരു മനസ്സുണ്ടെന്നാണ്. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും, ഹാപ്പി മൂഡിലായിരിക്കും. ഒരു വ്യായാമം ചെയ്യുന്ന ഒരു സ്പോർട്സ്മാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ? ഒരു സ്പോർട്സ്മാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ 62 വയസ്സായെന്ന് പറയുന്നത് അതൊരു വലിയ വയസ്സൊന്നുമല്ല. ഇപ്പം ചിലരൊക്കെ പറയും 62 വയസ്സ്. 62 എന്താ 62? അതൊരു സാധാരണ വയസ്സാണ്. അതിനകത്ത് ചിലർ പറയും, ചിലർ എടുത്ത് പറയുന്നതാണ്, മമ്മൂട്ടിയെ എടുത്ത് പറയുന്നത് 63 വയസ്സെന്ന് പറഞ്ഞാൽ മൂപ്പരിപ്പോഴും കണ്ടില്ല ചുറുചുറുക്കാടി ഇരിക്കുന്നത്. ഈ ഇരിക്കാനുള്ള ഈ ഇരുത്തത്തിലല്ലേ ഞാൻ പറയുന്നത്. ഇങ്ങനെ ഇരിക്കാന്ന് പറയുന്ന ഒരു വലിയ ബന്ധല്ലേ. ഹംസ സാഹിബ് 63 വയസ്സിൽ ഈ ഇരുത്തിരിക്കാന്ന് പറഞ്ഞ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? മനുഷ്യനും ഏത് ജീവികൾക്കും പ്രായം കൂടും, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണം നിങ്ങൾ. അതിന് ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ജീവിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ജീവിക്കുക. കുട്ടികൾ വളരട്ടെ, പേരക്കുട്ടികളാവട്ടെ, ഭാര്യ ഉണ്ടാവട്ടെ, മക്കളാവട്ടെ, പേരക്കുട്ടികളാവട്ടെ, എന്തോ ആവട്ടെ, ബിസിനസ് ചെയ്തോളൂ, കച്ചവടം ചെയ്തോളൂ, ജോലി ചെയ്തോളൂ, എന്തായിക്കോട്ടെ. പക്ഷെ നിങ്ങൾ ജീവിക്കണം, ഭക്ഷണം കഴിക്കണം നമ്മൾ. അല്ലാതെ നമ്മൾ കുറേ കൂട്ടി ഒരുക്കിയിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു പനി വന്നാൽ അല്ലേ, ഒരു പനി വന്നാൽ ചികിത്സിക്കാനുള്ള വല്ല വകുപ്പ് നമുക്കുണ്ടോ? ഇപ്പൊ ഈ ഇരിക്കുന്ന നമ്മളിൽ ഞാനടക്കം ഒരു സെക്കൻഡ് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ മരണം എങ്ങനെയാ? ഇപ്പോഴത്തെ മരണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ, അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടപ്പ് അതേ കിടക്കുന്നു, കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. എന്തെല്ലാം പ്ലാനുകളാണ് അവർക്കൊക്കെ അല്ലേ? നമുക്കൊക്കെ എന്തെല്ലാം പ്ലാനുകളാണ്. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കണം, ഇന്ന് ഞായറാഴ്ചയാണ്, നമുക്കൊരു കല്യാണമുണ്ട്, ഇങ്ങനെ ബിസിനസ് ഉണ്ട്, ഇന്ന ആൾ കുറച്ച് കാശ് തരാണ്ട്, ഒരു പറമ്പ് കച്ചവടം വേറെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഈ എഴുത്തിന് ഒന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞാൻ എന്താ എഴുതിയെന്നുള്ളത്. നേരെ മറിച്ച് ഇവിടെ നിങ്ങളൊരു എഴുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നിങ്ങൾ, ഇതാണ് നമ്മൾ അല്ലേ, ഇതാണ് നമ്മൾ. ഈ ചുമരുണ്ടെങ്കിലേ നിങ്ങളൊക്കെ ഉള്ളൂ. എന്ത് ഭക്ഷണം നിങ്ങൾ കഴിക്കുന്ന അങ്ങനെ ഉള്ളൂ. എന്ത് വ്യായാമം, എന്ത് കുടുംബ ബന്ധവും, എന്ത് ബന്ധങ്ങളും, ഏത് പേരക്കുട്ടികളും, ഏത് ബിസിനസ്സും, ഏത് ജോലിയും, ഇതുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ. ഇതില്ലെങ്കിൽ നിങ്ങളില്ല, ഞാനില്ല, ആരുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് ആ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ പറയുന്ന മാതിരി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് അല്ലേ, ആരോഗ്യം നോക്കാന്ന് വെച്ചാൽ നിസ്കരിക്കാൻ പോലും, ഒരു പ്രാർത്ഥിക്കാൻ പോലും, അത് നിസ്കാരം ഞാൻ പറയുന്ന എല്ലാ രീതിയിലും ഏത് പ്രാർത്ഥന നിങ്ങൾ ചെയ്തോളൂ. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ആരോഗ്യമാണ്. ഓക്കെ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ സമയം ഉണ്ടാക്കിയെടുക്കുക. വ്യക്തമായിട്ട് ഞാൻ പറയണം, രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് വ്യായാമം ചെയ്യുക, നല്ല വ്യക്തിത്വം, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, ഒരു പിഞ്ചിരിയുള്ള മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ, ഒരു ശരീരത്തിന് ഒരു മുഖത്തുണ്ടാവട്ടെ. നിങ്ങൾ ആരുമായിട്ട് പരിചയപ്പെട്ടോളും. പേരെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ആർക്കും കൊടുക്കുന്ന ഏത് ബോധവൽക്കരണ കാലത്തും, ഏത് അവയർനെസ് ക്ലാസ്സിലും ഞാൻ പോയി കഴിഞ്ഞാൽ, കോളേജിലാണെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കൂ, മുഖത്ത് നോക്കി സംസാരിക്കൂ. ഒരു പുഞ്ചിരി നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ആ ഒരു പുഞ്ചിരി, അതിനകത്ത് പേര് നോക്കണ്ട, ജാതി നോക്കണ്ട, മതം നോക്കണ്ട, വർണ്ണം വർഗം ഒന്നും നോക്കണ്ട. പക്ഷേ ഒരു പുഞ്ചിരിയോട് കൂടി, ഒരു ചിരിച്ച മുഖത്തോടു കൂടി നിങ്ങളത്, അതൊരു വലിയ ദാനമാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദാനമല്ലേ അത്. അപ്പൊ അതുണ്ടാവട്ടെ. ആരോഗ്യം സമ്പത്ത് എന്നുള്ള കാര്യം കുട്ടികളെ, നിങ്ങളുടെ വീട്ടിലുള്ളവരും, അതുപോലെ തന്നെ സ്ത്രീകളെയും പഠിപ്പിക്കുക. അത്യാവശ്യം പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു അരമണിക്കൂർ 15 മിനിറ്റ് നടക്കാൻ ശ്രമിക്കാൻ പറയുക. കുട്ടികൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു നിർദ്ദേശങ്ങൾ കൊടുക്കുക, ആരോഗ്യം സമ്പത്ത് എന്നുള്ളത്. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക, ഉപ്പും അതുപോലെ പഞ്ചസാരയും ഓയിലും, കഴിയുന്നതും പഞ്ചസാരയും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും, അതിനകത്ത് യാതൊരു സംശയവുമില്ല.
സാറേ ഇതിനകത്ത് വേറൊരു ചെറിയ ചില റിക്വസ്റ്റ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല ഫോട്ടോ കിട്ടണം ഗ്രൂപ്പായിട്ടുള്ളത്. അപ്പൊ പലയിടത്തും അവർക്ക് ജിമ്മിൽ അവിടെ ഇവിടെ കൊടുക്കാനാണെന്ന് റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. വെരി ഗുഡ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറഞ്ഞാൽ ഈ സഡൻ അറ്റാക്കുകൾ, സൈലന്റ് അറ്റാക്കുകൾ ഒരുപാട് വരുന്നുണ്ട്. അതിന്റെ കാരണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം അവര് പിന്നെ അതിന്റെ പഠന റിപ്പോർട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ രാത്രി സമയങ്ങളിൽ എല്ലാ ടെൻഷനും കൂടി മനുഷ്യന്റെ തലയിൽ കയറ്റിയിട്ട് വന്ന് കിടക്കുന്ന സമയത്ത് 12:30 മണിക്കും 12 മണിക്കും ഭക്ഷണം കഴിച്ചിട്ട് 12:30ക്ക് കിടന്നുറങ്ങുന്ന ഒരു രീതി കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭക്ഷണ രീതി ഒന്ന് ശ്രദ്ധിക്കുക. കഴിയുന്നതും ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നത്. എന്റെ ഹസ്ബൻഡിന്റെ സുഹൃത്ത് ബിജുമാഷാണ് എന്നെ ഇങ്ങനെ ഒരു സംരംഭത്തെ കുറിച്ചിട്ട് എന്നോട് അറിയിച്ചത്. ഇങ്ങനെയുള്ള കൗതുകകരങ്ങളായിട്ടുള്ള എന്ത് സംഭവങ്ങൾ എവിടെ നടക്കുമ്പോഴും ഞാൻ ഓടിയെത്താറുണ്ട്. കാരണം എനിക്ക് 44 വയസ്സായി. ഏകദേശം 20 വർഷമായി ഈ പറയുന്ന വ്യായാമം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മകള് ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, മൂത്താള്. രണ്ടാമത്തെ ആൾ 5ാം ക്ലാസ്സിലാണ്. എൻ്റെ ഹസ്ബൻഡും നിത്യേന നടക്കുന്ന ഒരാളാണ്. അപ്പോൾ വ്യായാമത്തിലൂടെ ആരോഗ്യം എന്നുള്ളത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആശയവും മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് കഷ്ടപ്പാടുള്ളതാണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യക്തി, നല്ലൊരു കുടുംബം, നല്ലൊരു സമൂഹം, നല്ലൊരു രാജ്യം എന്ന ഒരു വലിയ ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. അപ്പൊ ഈ ഒരു സംരംഭം ഇനിയും ഒരുപാട് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ ബാപ്പുകയ്ക്കും നിങ്ങൾ എല്ലാവർക്കും കഴിയട്ടെ. നല്ല മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു. സുന്ദരനും ആരോഗ്യവാനുമായിട്ടുള്ള ഈ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കുറച്ച് സമയം ചെലവിടാൻ കഴിഞ്ഞതിൽ ചെറുപ്പക്കാരി എന്നുള്ളതിൽ എനിക്കും സന്തോഷമുണ്ട്. അപ്പൊ ഒരുപാട് ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. ഈ ഒരു സംരംഭം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കൂടെ എന്തിനും ഇനിയും ഞാനും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു തുടരട്ടെ. അപ്പൊ ഇന്നത്തെ പ്രഭാതം ഒന്നും കൂടി ഉഷാറായി. ഒരു നല്ല കൈ. ആരോഗ്യ സംരക്ഷണം വ്യായാമത്തിലൂടെ, ആഹാര നിയന്ത്രണത്തിലൂടെ ആർക്കും വരെ, എല്ലാവർക്കും വരെ. ഒരു ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, എല്ലാവർക്കും ജോയിൻ ചെയ്യുക. ഇവിടെ ചുങ്കം വെട്ടിച്ചിറ ചുങ്കത്തേക്ക് പുതിയ നാഷണൽ ഹൈവേയിലെ ഹൈവേ ഭാഗത്തേക്ക് വന്നാൽ മതി. ആർക്കും വരാം. ആരോഗ്യ സംരക്ഷണം ശരിക്കും എല്ലാവർക്കും ഉപയോഗപ്പെടുത്താം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് അടിപൊളിയായിട്ടാ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഇനിയിപ്പോൾ ഓരോ ദിവസങ്ങളും ഓരോ ഗസ്റ്റുകൾ ഉണ്ടാവും. കണ്ടാ, ഇതാണ് നമ്മളെ ആൾക്കാർ. പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഒരുപാട് നല്ലൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ബാപ്പുവിൻ്റെ കീഴിലുള്ള ഈ വ്യായാമത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ആർക്കും പങ്കെടുക്കാന്നുള്ളതാണ്. ഇതിനകത്ത് മാത്രമല്ല, ഇതിനകത്ത് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല അല്ലേ? പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. ആരോഗ്യമാണ് സമ്പത്ത്. അതിനുള്ള എല്ലാ പ്രചോദനം ബാബുവിൻ്റെ ഭാഗത്തുനിന്നും ഇവരുടെ എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു വ്യായാമ പദ്ധതി നടത്തുന്നൊരു സ്ഥലം കൂടെയാണ്. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.